പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയാൽ കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും അയക്കണമേ കർത്താവേ. മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതിക്കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവ്, അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ
പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വലിയ ധ്യാനചിന്തയാണ്. മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. അതായത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കാലത്ത് മറ്റ് അപ്പോസ്തലന്മാർ മറ്റേ ശിഷ്യനും അകത്ത് കടന്ന് കണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ട് വിശ്വസിച്ചു. അത് മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ പത്രോസാണ്. കർത്താവിൻ്റെ ശവക്കല്ലറയിൽ ആദ്യം വന്നത് മേരി മാഗ്ഡലിനാണ്. അവൾ കണ്ട നെറേറ്റീവ് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്ന കണ്ടു. അപ്പോഴേ അവർ ഓടി, ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. അവരോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗം ഓടി. യോഹന്നാൻ കല്ലറയുടെ വാതിക്കൽ നിന്ന് അകത്തേക്ക് നോക്കി കച്ച ചുരുട്ടി വെച്ചിരിക്കണ കണ്ടു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കണ്ടത്. മറ്റേ ശിഷ്യനും പിന്നാലെ വന്ന പത്രോസും അകത്ത് പ്രവേശിച്ചു, കണ്ട് വിശ്വസിച്ചു. എന്തൊക്കെയാണ് കണ്ട് വിശ്വസിച്ചത്? കച്ച ശിരസ്, കർത്താവിൻ്റെ തലപ്പാവ് മൂലക്ക് ചുരുട്ടി വെച്ചിരിക്കണ കണ്ടു. കച്ചോടുകൂടി അല്ലാതെ തിരിക്കച്ച മാറിക്കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇവർ കാണുന്നത്. യോഹന്നാൻ 20:1 തിരുവചനം. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം, മേരി മഗ്ദലിൻ, ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരം കാണിക്കാൻ തുടങ്ങി. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി 2 കാഴ്ചകളായി. ഒന്ന് ശവകുടീരത്തിലേക്ക് വന്നു, ഒന്നാമത്തെ കാഴ്ച കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു. 2ാമത്തെ കാഴ്ച ആയി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമിയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി. വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത്. 3ാം കാഴ്ച. 2ാം കാഴ്ച, ആദ്യ കാഴ്ച എന്തായിരുന്നു? കല്ലറ. 2ാം കാഴ്ച എന്താണ്? കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത്. 3ാം കാഴ്ച എന്താണ്?
കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? കച്ച കിടക്കുന്നത് അവൻ കണ്ടു. കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും, 4-ാം കാഴ്ച, കച്ച അവിടെ കിടക്കുന്നതും, തലയിൽ കെട്ടിയിരുന്ന തൂവാല, 5-ാം കാഴ്ച, തലയിൽ കെട്ടുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. ഇവർക്കെല്ലാം കണ്ടാണ് വിശ്വസിക്കണം. 5 കാഴ്ചകളാണ് കാണുന്നത് ഇവര്. എന്തൊക്കെയാണ് കണ്ടത്? കല്ലറയുടെ കല്ല് മാറ്റിയത്, അകത്ത് കച്ച കിടക്കണത്, പിന്നാലെ വന്ന ശിഷ്യൻ അകത്ത് പ്രവേശിച്ച് കച്ച കിടക്കണത് കണ്ടു, കച്ച ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ 5 കാഴ്ചകളുണ്ട്. അപ്പം കാഴ്ചകളും കാണലുകളുമായിട്ട് ആണ് ഈ ഈസ്റ്റർ നറേറ്റീവ്സ് പുരോഗമിക്കുന്നത്. അതിനുശേഷം പക്ഷേ ഈ 5 കാഴ്ചകൾ കഴിയുമ്പോഴാണ് മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു എന്ന് പറയും. അപ്പോഴ് ഇനി ഇതിൻ്റെ കൂടെയാണ് നമുക്ക് തോമാസ് ശ്ലീഹായോട് ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് വായിക്കേണ്ടത്. എന്താണ്? ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വാസം. ഇതുപോലെ കണ്ട് വിശ്വസിക്കുന്നതല്ല വിശ്വാസം, കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇപ്പം നമ്മുടെ കുറേ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അടയാളം കാണത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുക തന്നെയല്ല, ദൈവസാന്നിധ്യം അല്പം പോലും അനുഭവിക്കത്തില്ല. എങ്കിലും അപ്പോൾ അവശേഷിക്കുന്നതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. ഒരു നറേറ്റീവ്സും ആവശ്യമില്ലാതെ, ഒരു വിഷൻ ആവശ്യമില്ലാതെ, കേവലം ദൈവസ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമുണ്ട്. 5:6 എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോൾ ഒരു അടയാളവും ഇല്ല, അനുഭവമില്ല, അതിശയവുമില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവസ്നേഹമുള്ളവന് എന്താണ്? ആ സ്നേഹം തന്നെ വിശ്വാസത്തെ പ്രവർത്തന നിരതമാക്കിക്കൊള്ളും. ഇതാണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് മേരി നീഡ്സ് നോ നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പുസ്തകമുണ്ട്, എന്താ, നമുക്ക് അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം. അത് അന്ന് എഴുതിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അമ്മ ഒരു അടയാളം, മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മാഞ്ഞു പോകുന്ന മറിയം പിന്നെ അമ്മയെ കാണുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത്രയുള്ള സമയത്ത് നറേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അമ്മ വിശ്വസിക്കുന്നു. മേരി മാഗ്ഡലിനേക്കുള്ള അപ്പോസ്തലന്മാർക്ക് മുകളിലാണ് അമ്മയുടെ വിശ്വാസം. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഒരടയാളം കാണാത്ത കാലം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാലം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന്
മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാം പറയാനായിട്ട് മറ്റുള്ളവർക്കും കൂടെ അവസരം വേണമല്ലോ. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനകോടി നന്ദി പറയുന്നു. തുടർന്നും എൻ്റെ ജീവിതത്തിലും ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും അമ്മയുടെ കരസ്പർശനം ഉണ്ടാകണമെന്ന് ഞാൻ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കും മകനും 100,000 നന്ദി. എൻ്റെ പേര് ലിജി. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് കഗദാസപുര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ഫെബ്രുവരി 17 ഉടമ്പടി എടുത്തതാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു 30 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം ഉപയോഗിച്ച് മിക്ക ദിവസങ്ങളിലും നടുവിൽ പറ്റാറുണ്ടായിരുന്നു. ഇപ്പോൾ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം അത് മുഴുവനായിട്ട് മാറി. പിന്നെ രണ്ടാമത് എൻ്റെ മകന് ഇപ്പം കോവിഡ് ആയിരുന്നുകൊണ്ട് വീട്ടിലിരുന്നാണല്ലോ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് ഓൺലൈനായിട്ട്. അപ്പോൾ അവിടെ എപ്പോഴും കറണ്ട് പോകും, പിന്നെ നെറ്റ് കട്ടാവും. അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഫലമായിട്ട് ഒരു തടസ്സവും കൂടാണ്ട് 4 എക്സാമും ഒരു തടസ്സവും കൂടാണ്ട് അമ്മ സുഖമായിട്ട് എഴുതാൻ പറ്റി. ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. പിന്നെ അവന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ ജോലി കിട്ടുകയും ചെയ്തു. എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജോസഫ് ജോർജ് ഡി ക്രൂസ്. ഞാൻ കൊല്ലത്ത് ചവറ കോവിൽത്തോട്ടം സെൻറ്റ് ആൻഡ്രൂസിൻ്റെ പേരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഡിസംബർ 4 ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടിക്കകത്ത് എനിക്ക് 3 കാര്യങ്ങൾ ആദ്യം സാധിച്ചു. അത് ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇത് രണ്ടാമത്തെ സാക്ഷിയാണിത്. എനിക്ക് എൻ്റെ ഇളയ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഉടമ്പടി വെച്ചായിരുന്നു. ആ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ 2021 മാർച്ച് മാസം ഈ എൻ്റെ ഇളയമോളും കുഞ്ഞും ഇളയമോളും ഭർത്താവും ദുബായിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ മാർച്ച് മാസം 2 പേരും കൂടെ, ഞാനും എൻ്റെ വൈഫും കൂടെ ദുബായിൽ പോയി. അപ്പം 4 വർഷമായിട്ട് കുഞ്ഞ് ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി ദിവസേന രാവിലെ പ്രതീക്ഷണ പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. ഇവിടുത്തെ 5:30 മണി എന്നുള്ളത് അവിടെ വെളുപ്പൻകാലത്ത് 4 മണിയായിരുന്നു. ആ 4 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രതീക്ഷണ പ്രാർത്ഥന ചെല്ലും. അതുപോലെ തന്നെ വൈകിട്ടും പ്രാർത്ഥന ചെല്ലുമായിരുന്നു, ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലും. അതിനുശേഷം എൻ്റെ മോൾക്ക് ഞങ്ങൾ ആ ഉടമ്പടി തൈലം എല്ലാ ദിവസവും തേച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ഏപ്രിൽ മാസം ആദ്യമായപ്പോൾ നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ മെയ് മാസം ആയപ്പോൾ എൻ്റെ കുഞ്ഞ് പ്രഗ്നൻ്റാണെന്ന് പറഞ്ഞ് വിവരം വിളിച്ചു പറഞ്ഞു. അതിനകത്ത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ ശേഷം 8 മാസം വരെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. 8 മാസമായപ്പോൾ കുഞ്ഞിന് ചെറിയ പ്രോബ്ലം വന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ ജനുവരി 20 ഡേറ്റ് പറഞ്ഞ്, എങ്കിലും ഡിസംബർ 12 ആയപ്പോൾ കുഞ്ഞിനെ ഓപ്പറേഷനിലൂടെ എടുത്തതിന് ശേഷം കുഞ്ഞിന് അന്നേരം 1.44 kg വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുഞ്ഞിനെ NSCയിൽ കിടത്തി 20 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് 1.9 kg കിട്ടി. അങ്ങനെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കുഞ്ഞിന് ഇത്
വെയിറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാർ അതിന് ചോദിച്ചു, ഇതെന്തൊരു അത്ഭുതമാണ്, പെട്ടെന്നാണല്ലോ കുഞ്ഞിന് വെയിറ്റ് കൂടി വരുന്നതെന്ന്. അപ്പോൾ 20 ദിവസം കഴിഞ്ഞതിന് മുമ്പേ കുഞ്ഞിനെ കിട്ടി. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ NOC കിടക്കുന്നുണ്ട്, കുഞ്ഞിന് ഹിർണിയ എന്നൊരു അസുഖം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ മോളത് കുളിപ്പിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നി. അങ്ങനെ നോക്കിയപ്പോൾ അത് ഹിരണിയാണ്. അപ്പോൾ മോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നാട്ടിൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ മോള് മാർച്ച് മാസം നാട്ടിൽ വന്നു. ഫെബ്രുവരി 28 നാട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങളൊരു അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച്, തിരുവനന്തപുരത്ത് നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു, അവിടെ കൊണ്ടുചെന്ന് കാണിച്ചെന്നെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലാതെ ഇതില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 5 ഓപ്പറേഷൻ ഡേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് കാണിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു. ആ 5 രാവിലെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അനസ്തേഷ്യ കൊടുത്ത്, കുഞ്ഞിന് അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി ഒരു ഞങ്ങളെടുത്ത് തരുന്നപ്പോൾ ഞങ്ങൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലും കുഞ്ഞിനെ തൈലവും തേച്ചുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെ ഡോക്ടറിൻ്റെ കയ്യിൽ അനസ്തേഷ്യ ഡോക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കയറി കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിരുന്ന് ഞങ്ങൾ പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാം പെട്ടെന്ന് ഒരു സൗണ്ട്, അവിടെ എന്തോ കുഴപ്പം സംഭവിച്ചു. ഇപ്പോൾ സംഭവിച്ചത് ആ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തീ പിടിച്ചു. പെട്ടെന്ന് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ കുഞ്ഞിനെയും കൊണ്ട് ഓട്ടമാണ് ഓടി താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് എന്തോ ദൈവശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ബ്ലേഡ് വെച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ ഒരിക്കലും കിട്ടില്ലായിരുന്നു. അമ്മയുടെ എനിക്കും കൊണ്ട് അപ്പോൾ ഞങ്ങളിരുന്ന് പറഞ്ഞു, ഇത് സംഭവം ഉണ്ടായപ്പോഴും പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മയുടെ കുഞ്ഞാണ്, അവൾക്കൊരു കുഴപ്പവും വരത്തില്ല. അങ്ങനെ കുഞ്ഞിന് സുഖമായിട്ട് ഇപ്പോൾ നല്ല സന്തോഷത്തോട് കുഞ്ഞൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. അങ്ങനെ ദൈവമാതാവിനൊരായിരം നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം ഇവർ മാർച്ചിൽ വന്നപ്പോൾ 1 മാസത്തെ ലീവിനാണ് വന്നത്. അപ്പം 1 മാസത്തിന് മുമ്പ് ഞാൻ മാമോദിസ നടത്തി കുഞ്ഞിനെ ഹസ്ബൻഡിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽപ്പോൾ കാണാം എൻ്റെ മോൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു അസുഖം വന്നു, ഗോൾ ബ്ലാഡറിന് ഒരു പ്രോബ്ലം വന്നു. അങ്ങനെ അതിനെ 10 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ആഹയ്ക്ക് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നു, പക്ഷേ ഒരു കുഴപ്പമില്ലാതെയും ആ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് നടത്തി, കുഴപ്പമില്ലാതെ കുഞ്ഞിൻ്റെ മാമോദിസ മാർച്ച് 28 നടത്തി. അവളുടെ ഹസ്ബൻഡിന് ഏപ്രിൽ മാസം 1 പോകാനും സാധിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത്, എൻ്റെ മൂത്ത കുട്ടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് അവൾക്ക് IELTS എഴുതിയപ്പോൾ നല്ല സ്കോറോടുകൂടി അമ്മയെടുത്ത് വന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് അടുത്ത മാസം ഞാൻ വന്ന് പത്രം മേടിക്കാനായിട്ട് വന്നപ്പോൾ അവൾ വിളിച്ചു പറയുന്നത്, നമ്മളൊന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇന്ന് തന്നെ അവളുടെ റിസൾട്ട് അപ്പോഴാണ് അവൾ വിളിച്ചു പറയുന്നത് അവൾക്ക് നല്ല സ്കോറോടുകൂടി 8.85 മാർക്കോടുകൂടി സ്കോർ കിട്ടി, IELTS സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവൾക്ക് UK പോകാനുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പ്രോസസ്സ് നടത്തി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് 1 മാസം പോലും എടുക്കുന്നത് ഏപ്രിൽ മാസം 12 അവൾക്ക് UK പോകാനുള്ള ചാൻസ് കിട്ടി, 2ാം തരംഗം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളുടെ ഹസ്ബൻഡിന് അവൾ കുറേ കാലമായിട്ട് ഒരു PhD ചെയ്ത് അത് ഉടമ്പടി എടുക്കുകയായിരുന്നു, ഒരു വിധത്തിലും ചെയ്ത. ഈ മാസം ഞാനത് പ്രത്യേക ഉടമ്പടി വെച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, മോനെ നീ പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോകണം. ഒരു ബുക്ക് ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു, തൈലം കൊടുത്തതുകൊണ്ട് നീ ഈ തൈലം തേച്ചുകൊണ്ട് നീ പ്രസൻറ്റേഷന് പോകുമ്പോൾ ഇത് പോവുക, നിനക്കൊരു കുഴപ്പവും വരത്തില്ല, ഈ പ്രാവശ്യം നിനക്കൊരു കുഴപ്പമില്ലാതെ. അതുപോലെ തന്നെ സൂക്ഷ്മം പോലെ അവനും ആ PhD കിട്ടി. ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത് കണക്ക് നേരത്തെ ഞാനൊത്തിരി പറഞ്ഞു, എൻ്റെ മൂത്ത മോളുടെ കുഞ്ഞിന് ഒരു സംസാരത്തിന് വൈകല്യം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിനെ കഴിഞ്ഞ രാത്രി പറഞ്ഞതാണ്, പെട്ടെന്ന് തന്നെ അത് സംസാര തടസ്സം മാറി നല്ല എന്തോ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവർക്ക് ദുബായിൽ കോവിഡ് കാലഘട്ടത്തിലാണ് ഇവളുടെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആ ജോലി തീരുന്നതിന് മുമ്പായിട്ട് ഇവൾക്ക് പെട്ടെന്നൊരു ജോലി, ആ സമയത്ത് മാതാവ് അനുഗ്രഹിച്ചൊരു ജോലി അവൾക്ക് കിട്ടി. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. അതിനുശേഷം ഞങ്ങളെ വണക്കമാസം മാതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്ടോബർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തിരിച്ച് ഒക്ടോബർ മാസത്തിൽ അവന് നല്ലൊരു ജോലി കിട്ടി. ഞങ്ങളെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന ദൈവമാതാവിന് 1000 നന്ദി ഞങ്ങൾ പറയുന്നു. എൻ്റെ പേര് അനുഷ സോണിയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് 6 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. PCOD അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥിച്ചു
1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുകയും ചെയ്തു. PCODയുടെ ഒരു കുഴപ്പമില്ലാതെയാണ് എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റിയത്. അത് കഴിഞ്ഞ് മോന് 1 വയസ്സായി കഴിഞ്ഞത് ഉടനെ തന്നെ അടുത്ത് ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ്. അമ്മ മാതാവ് തന്ന അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് കോടാനുകോടിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത് എൻ്റെ ചേട്ടൻ ഡോക്ടറായിട്ട് പഠിച്ചു, എക്സാം പാസ്സാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ അതും നടത്തി തന്നു അമ്മ മാതാവ്. ഇപ്പോൾ ചേട്ടൻ ഡൽഹി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 1 വർഷത്തേക്ക് അവിടെ ഡോക്ടറായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് രണ്ടുമാണ് എനിക്ക് അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളും. അമ്മ മാതാവിന് കോടാനുകോടി നന്ദികളും ഞാൻ പറയുന്നു.